സ്വധർമ്മം അനുഷ്ഠിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത്? സ്വധർമ്മം അനുഷ്ഠിച്ചതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ആത്മസംതൃപ്തി ലഭിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഭഗവാനോടുള്ള ഭക്തി, ഭഗവാനോടുള്ള സ്നേഹം ഇല്ലാതെ ഏതൊരു ധർമ്മവും അനുഷ്ഠിച്ചതുകൊണ്ട് പരമമായിരിക്കുന്ന ആനന്ദം ലഭിക്കണമെന്നില്ല. അപ്പം എങ്ങനെയാണ് നമ്മുടെ ധർമ്മങ്ങളെല്ലാം ആചാരങ്ങളുമെല്ലാം അനുഷ്ഠിക്കേണ്ടത് എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ശ്ലോകം 8ാമത്തെ ശ്ലോകമാണ്. പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആ ശ്ലോകം നോക്കാം. ശ്ലോകം 8. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയാ നോത്പാദയേദ്രതിം ശ്രമ ഏവ ഹി കേവലം. ഒന്നുകൂടി നോക്കാം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയ നോത്പാദയേദ്രതിം ശ്രമ ഏവ ഹി കേവലം. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. പുംസാം സ്വനുഷ്ഠിതഃ ധർമ്മ യ വിശ്വസേന കഥാസു രതിം ന ഉത്പാദയേത് സ കേവലം ശ്രമ ഏവ. ഒന്നുകൂടി നോക്കാം. പുംസാം സ്വനുഷ്ഠിതഃ ധർമ്മ യ വിശ്വസേന കഥാസു രതിം ന ഉത്പാദയേത് സ കേവലം ശ്രമ ഏവ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. ധർമ്മ സ്വനുഷ്ഠിതഃ പുംസാം വിശ്വസേന കഥാസു യഹ ന ഉത്പാദയേത് രതിം ശ്രമ ഏവ ഹി കേവലം. ഒന്നുകൂടി നോക്കാം. ധർമ്മ സ്വനുഷ്ഠിതഃ പുംസാം വിശ്വസേന കഥാസു യഹ ന ഉത്പാദയേത് രതിം ശ്രമ ഏവ ഹി കേവലം. ഇനി പദങ്ങളുടെ അർത്ഥം നോക്കാം. ധർമ്മ ധർമ്മം, സ്വനുഷ്ഠിതഃ ശരിയായി ആചരിച്ച, പുംസാം മനുഷ്യരുടെ, വിശ്വക്സേന കഥാസു ഭഗവാന്റെ കഥകളിൽ, രതിം സ്നേഹം, ആസ്വാദനം, ന ഉത്പാദയെ ജനിപ്പിക്കാതിരുന്നാൽ, ശ്രമ കഷ്ടപ്പാട്, ഏവ മാത്രമേ, കേവലം വെറും. ഇനി നമുക്ക് ഇതിൻ്റെ സാരം നോക്കാം. മനുഷ്യൻ സ്വധർമ്മം നന്നായി അനുഷ്ഠിച്ചാലും അത് ഭഗവത് കഥകളിൽ ആസക്തിയും പ്രീതിയും ഉണ്ടാകാതിരുന്നാൽ അത്തരം ധർമാചരണമെല്ലാം ശുദ്ധമായ പരിശ്രമം മാത്രമായി തീരും. എന്നാൽ ആത്മസന്തോഷം നൽകുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്, ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യും. അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഭഗവത് ഭക്തി ഉണ്ടാവണം. നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ട് ചെയ്യുക, അങ്ങനെയല്ല. ഭഗവാനോടുള്ള ഭക്തിയാണ് ഏറ്റവും മുൻപന്തിയിലായിട്ട് നിൽക്കേണ്ടത്. എങ്കിലേ നമ്മൾക്ക് ആത്മസന്തോഷം കിട്ടുള്ളൂ. അല്ലാണ്ട് ചെയ്യണമല്ലോ വെച്ച് എല്ലാ കാര്യം ചെയ്യല്ല വേണ്ടത്. ധർമ്മമാണ് നമ്മൾ ചെയ്യേണ്ട, സ്വധർമ്മമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ മാത്രം ചെയ്താൽ പോരാ. ആ ചെയ്യുന്നതിനേക്കാട്ടും പ്രാധാന്യം എന്താണ്? മനസ്സിൽ ഭഗവത് ഭക്തി ഉണ്ടാവണം. അങ്ങനെ ഭഗവത് ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ മാത്രമേ ആത്മസന്തോഷം കിട്ടുകയുള്ളൂ എന്ന് ഈ ശ്ലോകം നമുക്ക് കാണിച്ചു തരുന്നു. ഇവിടെ ഓരോന്നോരോന്നായിട്ട് ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഇത്തരം മുമ്പത്തെ ശൗനകാദി മഹർഷിമാർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാനായിട്ട് ആരംഭിക്കുന്നതിന് മുന്നേ എങ്ങനെയൊക്കെയാണ് ഭക്തിയെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് ഇവിടെ സൂചനകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മുമ്പത്തെ എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഭാഗവത പഠനം എന്ന പേരിലാണ് ആ പ്ലേലിസ്റ്റ്. അതിൽ കയറി എല്ലാ വീഡിയോകളും കാണാവുന്നതാണ്. ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ.